അഗുംബെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ചിറാപൂഞ്ചി എന്നറിയപ്പെടുന്ന അഗുംബയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കർണാടകയിലെ ഷിമോഗ ജില്ലയിൽ ഏകദേശം നമ്മുടെ ഉടുപ്പിയുടെയൊക്കെ അടുത്തായിട്ടാണ് ഈ അഗുംബെ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമം വരുന്നത്. വർഷത്തിൽ ഏകദേശം 11,000 മില്ലിമീറ്ററിന് മുകളിലാണ് ഇവിടെ ലഭിക്കുന്ന മഴയുടെ ഒരു അളവെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന റെയിൻ ഫോറസ്റ്റ് ആയിട്ട് ഈ അഗുംബെ മാറിയത്. അതുപോലെ തന്നെ റെയിൻ ഫോറസ്റ്റുകളെ കുറിച്ച് സ്ഥിരമായിട്ട് ഗവേഷണം നടത്തുന്ന ഒരു റെയിൻ ഫോറസ്റ്റ് റിസർച്ച് സ്റ്റേഷനും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ കാടുകളിൽ നമുക്ക് ഏറ്റവും അധികം കാണാൻ കഴിയുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ പാമ്പുകളുടെ രാജാവായിട്ടുള്ള രാജവെമ്പാലയാണ്. അഗുംബയിലേക്ക് നമുക്ക് പോകാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മൺസൂൺ ടൈം തന്നെയാണ്. ഇതൊരു റെയിൻ ഫോറസ്റ്റ് ആണെങ്കിലും മെയിനായിട്ടും മൺസൂൺ ടൈമിലാണ് ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുക. അഗുംബയിൽ നമുക്ക് കാണാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് വാട്ടർഫോൾസും ജൈന ടെമ്പിൾസും അതുപോലെ ഫോർട്ടുകളും ഒക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യാൻ പോകുന്ന ഒരു പ്ലേസ് കുണ്ടാദ്രി ഹിൽസ് എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണ്. നമുക്ക് മലയുടെ മുകളിൽ വരെ വണ്ടി ഓടിച്ചെത്താനായിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്. അവിടെ നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കുണ്ടാദ്രി ഹിൽസിൻ്റെ ടോപ്പിലേക്ക് എത്തും. അഗുംബയിൽ നമ്മൾ പോകുന്ന വഴികൾ മിക്കതും ഇതുപോലെ കാടിനകത്തൂടെയുള്ള ഒരു വഴി ആയതുകൊണ്ട് തന്നെ പരമാവധി ഡേ ടൈമിൽ മാത്രം ഈ വഴികളിലൂടെ ട്രാവൽ ചെയ്യാനായിട്ട് നോക്കുക. കാരണം വണ്ടി എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആവുകയോ അല്ല എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ പോലും ഇവിടെ ഹെൽപ്പിന് പോലും ഒരാളുണ്ടാവില്ല. അപ്പോൾ ഈ കാണുന്ന വഴി കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു ജംഗ്ഷനിലേക്ക് എത്തും. ഈ ജംഗ്ഷനിൽ നിന്ന് ഈ റൈറ്റിലേക്കുള്ള വഴി കയറി കഴിയുമ്പോഴാണ് കുണ്ടാദ്രി എന്ന് പറയുന്ന ആ ഒരു ഹില്ലിലേക്ക് നമുക്ക് പോകാൻ പറ്റുക. ഈ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കുണ്ടാദ്രി മല കാണാൻ പറ്റുമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ ഈ പോകുന്ന വഴിക്ക് വഴി രണ്ടായിട്ട് തിരിയുന്നുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കയറിയാണ് കുണ്ടാദ്രി മലയുടെ മുകളിലേക്ക് നമുക്ക് പോകേണ്ടത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയൊരു ചെക്ക് പോസ്റ്റ് കാണാൻ പറ്റും. ഏകദേശം 5 മണി വരെയാണ് ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് കയറാനായിട്ടുള്ള ഓപ്ഷൻ ഉള്ളൂ. അതുപോലെ തന്നെ 6 മണിക്കുള്ളിൽ നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ടാവണം. നമ്മൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ റോഡിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റിൻ്റെ അകത്തൂടി പോകുന്നൊരു ഫീലാണ് ഈ ഒരു ഭാഗത്തൂടിയൊക്കെ പോകുമ്പോൾ. ഈ അഗുംബെ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മൺസൂൺ ആണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ നല്ല മഴയുള്ള ടൈമിൽ നമ്മൾ ഈ അഗുംബെ ചുറ്റിക്കറങ്ങി കാണാനൊക്കെ ഇറങ്ങുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം പല സ്ഥലങ്ങളിലും ഇതുപോലെ മലഞ്ചെരിവുകളും വലിയ മരങ്ങളെല്ലാം നിൽക്കുന്നതുകൊണ്ട് തന്നെ ലാൻഡ് സ്ലൈഡിനും അതുപോലെ തന്നെ മരങ്ങൾ വീഴാനും ഒക്കെയുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി തുടങ്ങിയപ്പോൾ തന്നെ ചെറിയ രീതിയിൽ കോട കിട്ടി തുടങ്ങി. ഈ അഗുംബയിലെ പ്രത്യേകത ഇതാണ്, നമ്മൾ മഴക്കാലത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ പല സ്ഥലങ്ങളിലും മിക്കപ്പോഴും നമുക്ക് നല്ല രീതിയിൽ കോട കാണാനും പറ്റും. അങ്ങനെ കുറച്ചു നേരം കോടയുടെ ഇടയിലൂടെ എല്ലാം ഓടിച്ച് നമ്മൾ കുണ്ടാദ്രി ഹിൽസിൻ്റെ ടോപ്പിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ കോട മൂടി നിൽക്കുവാണ്. അങ്ങനെ ഈ കാണുന്ന പാർക്കിങ്ങിൽ വണ്ടിയെല്ലാം വെച്ചതിന് ശേഷം ഇനി നേരെ മുകളിലേക്കുള്ള ഈ ഒരു സ്റ്റെപ്പ് വഴി കയറി വേണം നമുക്ക് ആ ഒരു കുണ്ടാദ്രി ഹിൽസിൻ്റെ ടോപ്പിലേക്ക് എത്താനായിട്ട്. നമ്മൾ വന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് നല്ല മഴയുള്ളൊരു സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ യാത്രയിൽ കൂടുതലും നല്ല രീതിയിൽ മഴ തന്നെയായിരുന്നു. അങ്ങനെ വണ്ടിയെല്ലാം ഇവിടെ വെച്ച് നമ്മൾ പയ്യെ ആ കാണുന്ന സ്റ്റെപ്പുകളിലൂടെ നമ്മുടെ കുണ്ടാദ്രി ഹിൽസിൻ്റെ മുകളിലേക്ക് കയറി തുടങ്ങുവാണ്. ഇവിടെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ സ്റ്റെപ്പുകൾ കയറി തുടങ്ങുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങിൽ ശുചിമുറിയെല്ലാം ഉണ്ട്. പക്ഷേ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതൊന്ന് മൈൻഡിൽ വെച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പെല്ലാം കയറി നേരെ മുകളിലേക്ക് വരുമ്പോൾ തന്നെ ഈ കാണുന്ന ഒരു ബിൽഡിങ്ങിൽ റൈറ്റ് സൈഡിലായിട്ട് കുടിവെള്ളം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളമൊന്നുമില്ല. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് കിടക്കുമ്പോൾ നമ്മൾ ഈ കുണ്ടാദ്രി ഹിൽസിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തും. ഇതിന് മുകളിൽ നമുക്ക് കാണാനുള്ളതെന്ന് പറയുന്നത് ഈ കാണുന്നൊരു വാച്ച് ടവറും അതുപോലെ ഈ കാണുന്ന ജൈന ടെമ്പിളുമാണ്. നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത് നല്ല രീതിയിൽ മഴയുള്ളൊരു ടൈം ആയതുകൊണ്ട് തന്നെ ഇതിന് മുകളിലേക്ക് എത്തിയപ്പോൾ ഫുൾ കോടയായിട്ടുള്ളൊരു കണ്ടീഷനായിരുന്നു.
അങ്ങനെ മഞ്ഞിൽ പൊതിഞ്ഞ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇനി പോകുന്നത് കവലദുർഗ എന്ന് പറയുന്ന ഒരു ഫോർട്ടിലേക്കാണ്. ഇവിടെ നിന്ന് നമ്മൾ കവലദുർഗയിലേക്ക് പോകുന്ന ആ ഒരു വഴി എന്ന് പറയുന്നതും നമ്മൾ നേരത്തെ പോയ രീതിയിലുള്ള കാടിൻ്റെ ആംബിയൻസ് ഉള്ള ഒരു വഴിയാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കാട്ടിൽ വെള്ളക്കാട്ടുപോത്തുണ്ടെന്ന്. വെള്ളക്കാട്ടുപോത്തല്ലെങ്കിലും നല്ല വെള്ള കളറിലെ നാട്ടുപോത്തിനെ ഇവിടെ കാണാൻ പറ്റി. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ നമ്മൾ കണ്ട ഒരു ചെറിയ വാട്ടർഫോളാണ്. വാട്ടർഫോൾ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ചെറിയൊരു അരുവി. നമ്മൾ മഴക്കാലത്താണ് ഈ അഗുംബെ യാത്ര നടത്തുന്നതെന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ചെറിയ സ്ട്രീംസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ യാത്രയെ മനോഹരമാക്കുന്നതും ഇതുപോലുള്ള കാഴ്ചകളൊക്കെ തന്നെയല്ലേ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കുറച്ചു നേരം കണ്ടതിന് ശേഷം ഈ കാണുന്ന കാട്ടുവഴിയിലൂടെ നമ്മൾ വീണ്ടും കവലദുർഗ ഫോർട്ടിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ ഇതിനു മുമ്പ് കർണാടകയിൽ തന്നെ കവർ ചെയ്തിട്ടുള്ള വേറൊരു കവലദുർഗ ഫോർട്ട് ഉണ്ടായിരുന്നു. അവിടുത്തെ ട്രെക്കിംഗ് ഒരു വേറെ എക്സ്പീരിയൻസും ആയിരുന്നു. എന്തായാലും ഈ ഒരു കവലദുർഗ എന്ന് പറയുന്നത് നമ്മളിതാ ഈ കാണുന്ന വഴിയിലൂടെ ചെന്ന് കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ തന്നെ ഒരു ചെറിയൊരു പാടത്തിൻ്റെ അടുത്തെത്തും. അവിടെ നിന്നാണ് നമുക്കിനി യാത്ര തുടങ്ങേണ്ടത്. അങ്ങനെ ഈ കാണുന്ന ഒരു ഏരിയയിൽ നമ്മൾ വണ്ടിയെല്ലാം വെച്ച് ഇനി മുന്നോട്ട് കിടക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പാടശേഖരം എല്ലാം കാണാൻ പറ്റും. അങ്ങനെ ഇനി ഈ പാടത്തിന് നടുക്കൂടി കാണുന്ന വരമ്പിലൂടെ നടന്ന് ഇതിൻ്റെ അക്കരയിൽ ചെന്നതിന് ശേഷമാണ് നമുക്ക് മല കയറി തുടങ്ങാനുള്ളത്. ഈ സ്ഥലങ്ങൾ മുഴുവൻ ഒരു റെയിൻ ഫോറസ്റ്റിൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ മിക്കപ്പോഴും മഴയാണെങ്കിലും മഴക്കാലത്താണ് ഈ സ്ഥലങ്ങൾക്കെല്ലാം ഭംഗി വളരെ കൂടുന്നത്. നമ്മൾ ഈ കാണുന്ന മലയുടെ ഏറ്റവും ടോപ്പിലായിട്ടാണ് നമ്മുടെ കവലദുർഗ എന്ന് പറയുന്ന ഫോർട്ട് ഉള്ളത്. അപ്പോൾ എന്തായാലും കോടയെല്ലാം മൂടിയിരിക്കുന്നതുകൊണ്ട് തന്നെ മുകളിലേക്ക് ചെല്ലുമ്പോൾ എന്തായിരിക്കും കണ്ടീഷൻ എന്നുള്ളത് അറിയില്ല. അങ്ങനെ നമ്മൾ പയ്യെ ഈ കാണുന്ന വരമ്പിലൂടെ നടന്നു തുടങ്ങി. ഈ വരമ്പിലൂടെ നടക്കുമ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ നെല്ലെല്ലാം വിതച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇത് നെല്ലാണോ അതോ പുല്ല് മുളച്ച് വെക്കുന്നതാണോ എന്നുള്ളൊരു ഡൗട്ടും ഉണ്ട്. എന്തായാലും ഈ പാടത്തിൻ്റെ നേരെ പുറകിലായിട്ട് തന്നെ ആ മുകളിൽ കാണുന്ന ഒരു ഏരിയ ഉണ്ടല്ലേ, ആ ഒരു മലയുടെ മുകളിലേക്കാണ് നമുക്ക് ഈ കവലദുർഗ ഫോർട്ടിലേക്ക് ചെല്ലാനുള്ളത്. എന്തായാലും ആ മലയുടെ മുകളിൽ നല്ല രീതിയിൽ കോട ഉള്ളതുകൊണ്ട് തന്നെ നല്ല കോടയിൽ കുളിച്ച് അടിപൊളി കുറേ വിഷ്വൽസ് നമുക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ വരമ്പിലൂടെയുള്ള നടത്തം ഏകദേശം ഈ ഭാഗത്ത് വെച്ച് അവസാനിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ചില ഭാഗങ്ങളിൽ മാത്രം ഈ കല്ല് പാകിയ വഴി കാണില്ലെങ്കിലും ഏറ്റവും ടോപ്പ് വരെ ഈ വഴി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വഴി തെറ്റിപ്പോകാനായിട്ടുള്ള വേറെ മാർഗ്ഗമൊന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു വഴി ഫോളോ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ കവലദുർഗ ഫോർട്ടിൻ്റെ ടോപ്പിൽ ചെല്ലാൻ പറ്റും. നമ്മൾ കുറച്ചു മുമ്പ് കണ്ട കുണ്ടരി ഹിൽസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. പണ്ടുകാലത്തുണ്ടായിരുന്ന ഒരു തകർക്കപ്പെട്ട കൊട്ടാരവും അതുപോലെ തന്നെ ഒന്ന് രണ്ട് ടെമ്പിൾസും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇതിന് മുകളിൽ കാത്തിരിക്കുന്നുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ നടക്കുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ വെള്ളം ഒഴുകി വരുന്നത് കാണാം. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ തൊട്ടു മുമ്പിൽ കാണുന്ന ഈ ഒരു ഏരിയയാണ് നമ്മുടെ ഫോർട്ടിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഏരിയ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഒരു കവാടം എല്ലാം ഉണ്ടായിരുന്നത് ചിലപ്പോൾ ഇവിടെ ആയിരുന്നിരിക്കണം. ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഈ ഫോർട്ടിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 9th സെഞ്ച്വറിയിലാണ് ഈ ഒരു ഫോർട്ട് നിർമ്മിച്ചതായിട്ട് കരുതപ്പെടുന്നത്. അതിനുശേഷം 14th സെഞ്ച്വറിയിൽ ഈ ഒരു ഫോർട്ടിൻ്റെ നവീകരണവും നടന്നിട്ടുണ്ട്. ഈ കവലദുർഗ ഫോർട്ടിന് ഭുവനഗിരി എന്ന് പറയുന്ന ഒരു പേരുണ്ടെങ്കിലും ഇവിടെ വരുന്ന ആളുകളുടെ ഇടയിലൊന്നും ആ ഒരു പേര് അത്ര പോപ്പുലർ അല്ല. നമ്മൾ ഈ കാണുന്ന ഒരു കവാടമാണ് ഇവിടുത്തെ ഒരു മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു ഗേറ്റ് ഏകദേശം 5 മണിയൊക്കെ ആകുമ്പോഴേക്കും വൈകുന്നേരം ക്ലോസ് ചെയ്യാറുണ്ട്. അതിനുശേഷം അകത്തേക്ക് ആളെ കയറ്റി വിടാറില്ല. അപ്പോൾ മുകളിൽ ഇത് നോക്കുന്നതിനായിട്ടും ഈ ഒരു ഫോർട്ടിൻ്റെ സംരക്ഷണത്തിനായിട്ടും 1-2 വാച്ചർമാരെയും കാണാൻ പറ്റും. നമ്മൾ മുകളിലേക്ക് കയറുന്ന യാത്രയിൽ ഇതുപോലുള്ള ഒരു 3 കവാടം കടന്നതിന് ശേഷമാണ് ഏറ്റവും ടോപ്പിലേക്ക് ചെല്ലുക. ഈ കവാടത്തിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് പോലെ നമുക്ക് കാണാൻ പറ്റും. വീണ്ടും മുകളിലേക്ക് കയറി തുടങ്ങുമ്പോൾ ഈ ഒരു ഫോർട്ടിൻ്റെ ടോപ്പിൽ നിന്നിട്ട് നമുക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ ഉള്ള ഒരു മലയോര കാഴ്ചകളെല്ലാം കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കടന്നു വന്ന ആ ചെറിയ കവാടങ്ങളും എല്ലാം താഴെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കാണാം. നമ്മൾ മുകളിലേക്ക് കയറുന്തോറും കോടയുടെ ഒരു ഇൻറ്റൻസിറ്റി നല്ല രീതിയിൽ കൂടി വരുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ഒരു കവാടത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ കവാടം കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് മുന്നോട്ട് ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതുപോലൊരു ജൈന ക്ഷേത്രം കാണാൻ പറ്റും. ഇപ്പോൾ പൂജകളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ആംബിയൻസ് അതൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. 9ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 14ാം നൂറ്റാണ്ടിലോ പണി കഴിച്ച ഈ ഒരു ടെമ്പിൾ ഇപ്പോഴും ഇത്രയും ഭംഗിയോടുകൂടി തന്നെ ഇവിടെ കാണണം എന്നുണ്ടെങ്കിൽ
അത് നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. ഇവിടുത്തെ ഒരു പ്രതാപകാലത്ത് ഒരുപാട് ആളുകളും എപ്പോഴും പൂജയൊക്കെ ആയിട്ട് നിന്നിരുന്ന ഒരു ടെമ്പിളാണ് നമ്മളിപ്പോൾ ആളും അനക്കമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒഴിഞ്ഞ രീതിയിൽ കാണുന്നത്. എന്തായാലും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ആംബിയൻസ് അവിടെ വന്ന് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു എനർജിയും ആ ഒരു വൈബും എല്ലാം നമുക്ക് മനസ്സിലാവുക. നമ്മളിപ്പോൾ കണ്ട ഈ ഒരു ടെമ്പിളിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഒരു മലയുണ്ട്. ഈ ഒരു മലയുടെ മുകളിലും മറ്റൊരു അമ്പലമുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ വേറെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ കണ്ട ഈ ഒരു ടെമ്പിളിൻ്റെ നേരെ പുറകിലായിട്ടുള്ളൊരു കുളമാണ്. നല്ല കോടയും കാടിൻ്റെ ഒരു ആംബിയൻസും അതിന് നടുക്ക് നല്ലൊരു കുളവും. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഭംഗിയെക്കുറിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല ആഴമുള്ളൊരു കുളം ആയതുകൊണ്ട് തന്നെ നല്ല പച്ച കളറിലാണ് ഇവിടുത്തെ വെള്ളം നമുക്ക് കാണാൻ പറ്റുക. ഈ ഒരു കുളം അല്ലാതെ ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മറ്റൊരു കുളം കൂടി കാണാൻ പറ്റും. നമ്മൾ ഈ വഴിക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ റൈറ്റിലായിട്ടാണ് ആ ടെമ്പിളിന് മുകളിലേക്ക് കയറി പോകേണ്ടത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമുക്ക് രണ്ടാമത്തെ കുളം കാണാൻ പറ്റുക. പക്ഷേ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്നൊരു കുളമാണ്. ഇവിടെ പണ്ട് കാലത്തുണ്ടായിരുന്ന പൊളിഞ്ഞടങ്ങിയ ഒരു കൊട്ടാരത്തിൻ്റെ അവശേഷിപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ കൊട്ടാരത്തിനോട് ചേർന്ന് തന്നെയുള്ള ഒരു കുളമാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ ഈ കാണുന്ന പാറയിലൂടെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നന്ദികേശൻ്റെ ഒരു പ്രതിമയെല്ലാം വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ കൊട്ടാരത്തിനകത്തേക്കുള്ള കവാടമെല്ലാം കാണാനും പറ്റും. ഈ കാണുന്നതാണ് ഇവിടുത്തെ കൊട്ടാരത്തിൻ്റെ ഒരു മെയിൻ കവാടം എന്ന് പറയുന്നത്. ഈ കവാടത്തിൽ തന്നെ കുറേ കൊത്തുപണികളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഈ കവാടമെല്ലാം കടന്ന് നമ്മൾ കൊട്ടാരത്തിനകത്തേക്ക് ചെല്ലുമ്പോൾ ഇവിടെ നിന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് 2 കൽഭരണികളാണ്. പണ്ട് കാലത്ത് കൊട്ടാരത്തിനകത്തേക്കെല്ലാം കയറുന്നതിന് മുമ്പ് കാല് കഴുകുന്നൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ചിലപ്പോൾ അതിനായിട്ടെല്ലാം ഉപയോഗിച്ചിരുന്നത് ഈ 2 കൽഭരണികളിലെ വെള്ളമായിരുന്നിരിക്കണം. ഈ കവാടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് പണ്ടത്തെ കൊട്ടാരത്തിൻ്റെ കുറേ അവശേഷിപ്പുകൾ കാണാൻ പറ്റും. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ കൊട്ടാരം തകർക്കപ്പെട്ടത്. ശരിക്കും ഇത് തകർക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ കയറി വന്ന ഈ ഒരു മലയുടെ മുകളിൽ ഈ കാണുന്ന കോടയുടെ ഇടയിൽ ഈ ഒരു കൊട്ടാരം കാണാൻ തന്നെ എന്ത് ഭംഗിയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും ഇപ്പോൾ വരുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് ബാക്കിയുള്ളത് ഈ കാണുന്ന കൽത്തൂണുകളും അതിൻ്റെ ഫൗണ്ടേഷനും ഒക്കെ മാത്രമാണ്. നമ്മളിപ്പോൾ കാണുന്നൊരു ഏരിയ പണ്ട് കാലത്ത് ചിലപ്പോൾ അടുക്കളയോ വല്ലതോ ആയിരുന്നിരിക്കണം. ഇതുപോലുള്ള കൽഭരണികൾ നമുക്ക് ഈ ഒരു കൊട്ടാരത്തിൻ്റെ പല ഭാഗത്തും കാണാനും പറ്റും. ഈ കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് തൂണുകൾ അവിടെ എവിടെയും കാണാമെങ്കിലും എല്ലാ തൂണുകളുടെയും അവസ്ഥ ഏകദേശം ഈ ഒരു കണ്ടീഷൻ തന്നെയാണ്. ഈ കൊട്ടാരം വന്ന് കാണുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടം വരും. ഇത്രയും പില്ലേഴ്സ് വെച്ച് ഈ ഒരു കൊട്ടാരം പണിയാനായിട്ട് എത്ര ടൈം എടുത്തിരിക്കും, അതിൻ്റെ പുറകിൽ എന്തോരം അധ്വാനം ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ നമുക്കിപ്പോൾ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ടുള്ളത് ഇതിൻ്റെ ഈ അവശേഷിപ്പുകൾ മാത്രമാണ്. ബ്രിട്ടീഷുകാർ ഇത് തകർക്കാണ്ട് വെച്ചിരുന്നെങ്കിൽ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇതിനകത്തെല്ലാം കയറി പണ്ടത്തെ ആ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു ആർക്കിടെക്ചറെല്ലാം നല്ല രീതിയിൽ ആസ്വദിക്കാനും പറ്റിയിരുന്നേനെ. എന്തായാലും പണ്ടത്തെ ആ പ്രതാപമെല്ലാം പോയ ഒരു കൊട്ടാരത്തിനകത്തൂടെ നമുക്ക് കുറച്ചു നേരം ഒന്ന് നടക്കാം. അങ്ങനെ നടന്ന് നമ്മൾ കൊട്ടാരത്തിൻ്റെ നേരെ പുറകുവശത്തെത്തി. ഇതിൻ്റെ പുറകുവശത്ത് ഈ കോടയുടെ ഇടയിൽ ഈ മരങ്ങളെല്ലാം നിൽക്കുമ്പോൾ ഏതോ ഒരു ഹൊറർ ഫിലിം കാണുന്നൊരു മൂഡാണ്. എന്തായാലും ആ ഒരു മൂഡെല്ലാം മാറ്റാനായിട്ട് ഇവിടെ നമുക്കൊരു അടിപൊളി കുളം കാണാൻ പറ്റും. ബ്രിട്ടീഷുകാർ നശിപ്പിക്കാതിരുന്ന കുറച്ച് കൽപ്പടവുകളെല്ലാം ഉള്ള ഒരു ചെറിയ കുളം. ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കുളത്തിൻ്റെ ഒരു യഥാർത്ഥ രൂപം എന്ന് പറയുന്നത്. താഴേക്ക് ഇറങ്ങാതിരിക്കാനായിട്ട് ഇതിലേക്ക് ഇറങ്ങുന്ന ആ ഒരു കൽപ്പടവിൻ്റെ അടുത്ത് തന്നെ തടികളെല്ലാം വെച്ച് ആ വഴി അടച്ചിട്ടുണ്ട്. അത് അടച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആ കൽപ്പടവിലൂടെ നമുക്ക് താഴേക്ക് എത്താനും പറ്റിയേനെ.
പക്ഷേ ഇവിടെ ഇത് നോക്കുന്നതിനായിട്ട് 2 വാച്ചർമാർ അപ്പുറത്തും ഇപ്പുറത്തേക്കായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താഴേക്ക് ഇറങ്ങാനൊന്നും ആരെയും അനുവദിക്കുന്നുമില്ല. എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൊറർ ഫീലാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും കൊട്ടാരത്തിനകത്തൂടെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ തൂണുകൾ മാത്രമല്ല, കൊട്ടാരത്തിൻ്റെ ഭിത്തിയും പണ്ട് ഈ കാണുന്ന കരിങ്കല്ല് കൊണ്ട് തന്നെയാണ് പണിതിരിക്കുന്നത്. ചില ഭാഗത്തെല്ലാം നോക്കുമ്പോൾ ഈ കരിങ്കല്ല് കൊണ്ടുള്ള ഭിത്തിയും നമുക്ക് പല സ്ഥലങ്ങളിലും കാണാനും പറ്റും. അവിടെ നിന്ന് നമ്മൾ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വലിയൊരു നടുമുറ്റം കാണാൻ പറ്റും. പണ്ട് ഇവിടെ നിന്നായിരിക്കണം ചർച്ചകളും അതുപോലെ കൂടിക്കാഴ്ചകളും എല്ലാം നടന്നിരുന്നത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ നേരത്തെ കണ്ട ആ മലയുടെ മുകളിലുള്ള ആ ഒരു ചെറിയ ടെമ്പിളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ദൂരം ഇതുപോലുള്ള സ്റ്റെപ്പിലൂടെ കയറി പിന്നെ നമുക്ക് കയറാനുള്ളതെന്ന് പറയുന്നത് ശരിക്കും മലയുടെ മുകളിലൂടെ തന്നെയാണ്. മലയെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു കുന്ന്. നമ്മൾ ഈ കാണുന്ന പാറയുടെ മുകളിലൂടെ ഏകദേശം ഒരു 50 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിലുള്ള ആ ഒരു ടെമ്പിളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അത്ര ഹാർഡായിട്ടുള്ളൊരു കയറ്റമൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ പ്രായമായിട്ടുള്ളവരും കുട്ടികളും എല്ലാം ഈ ഒരു മലയുടെ മുകളിൽ വരാറുമുണ്ട്. ഈ മലയുടെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ജൈന ക്ഷേത്രവും നമ്മൾ കയറി വന്ന വഴികളും എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ വന്ന മലയുടെ ടോപ്പിലുള്ള ഒരു അമ്പലം എന്ന് പറയുന്നത്. അതിനകത്തുള്ള പ്രതിഷ്ഠയാണ് ഈ കാണുന്നത്. കാലപ്പഴക്കം നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ഭിത്തിയും മേൽക്കൂരയെല്ലാം നല്ലതുപോലെ ജീർണിച്ചൊരവസ്ഥയിലാണ്. നല്ല കോടയുള്ളൊരു ടൈമിൽ നമ്മൾ വന്നതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഈ കോടയുടെ ഇടയിലൂടെയുള്ള കാഴ്ചകളും അതൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കോട ആയതുകൊണ്ട് തന്നെ അധികം കാഴ്ചകളും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അഗുംബെ വരുമ്പോൾ ഈ കവലദുർഗ ഫോർട്ട് നമ്മൾ വിസിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയായിരിക്കും. അങ്ങനെ കുറേ നേരം നിന്ന് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തൊരു സ്ഥലം എന്ന് പറയുന്നത് കുഞ്ചിക്കൽ ഫോൾസ് ആണ്. കാടിന് നടുക്കുള്ള അടിപൊളി ഒരു വാട്ടർഫോളാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരുപാട് കാടിൻ്റെ ആംബിയൻസ് ഉള്ളൊരു ഏരിയയിലൂടെയാണ്. പിന്നെ ഈ ഒരു കാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആനയോ കടുവയോ അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ വളരെ റെയറാണ്. ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഇന്ത്യൻ വൈൽഡ് ഗൗർ അല്ലെങ്കിൽ കാട്ടുപോത്തൊക്കെ തന്നെയാണ്. അങ്ങനെ കുഞ്ചിക്കൽ ഫോൾസിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളൊരു ഡാമിൻ്റെ സൈഡിലാണ് ആദ്യം ചെന്ന് വിട്ടത്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മുഴുവൻ നമ്മുടെ ഡാമിൻ്റെ ഭിത്തികളാണ്. അപ്പോൾ ഈ വഴി നേരെ ചെന്ന് ഡാമിൻ്റെ മുകളിലൂടെ കയറി വേണം നമുക്ക് കുഞ്ചിക്കൽ ഫോൾസിലേക്ക് പോകാനായിട്ട്. അങ്ങനെ മഴയെല്ലാം കൊണ്ട് തണുത്ത് വിറച്ച് ഇത്രയും ദൂരം ഓടി നമ്മൾ ഈ ഒരു ഡാമിൻ്റെ ടോപ്പിലേക്ക് എത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ രഹസ്യം ഞാൻ മനസ്സിലാക്കിയത്. सर कुंजिकल फॉल्स अलाउड नहीं है, ओ दूसरा रास्ता भी नहीं है? दूसरा नो, दिस इज ओनली वे, there is no entry for this. Oh ना Restricted area. Showing only map. Tourist? Yeah, Kerala. Any other places to visit here nearby? Kavaladuga port is there. அங்க போயிட்டா. ಅಣ್ಣ ಬೇರೆ ಯಾವ್ದಾದ್ರು ಹತ್ರದಲ್ಲಿ ಯಾವ್ದಾರು ಇದೆಯಾ? ಏನೋ ಕನ್ನಡ ಇಂಗ್ಲಿಷ್ ಅಂಡರ್ಸ್ಟ್ಯಾಂಡ್ ಕನ್ನಡ लिटिल बिट. अब्बी फॉल्स कितना दूर है? 7 kilometers. No entry in Abhi Falls. Penalty 25,000. പെനാൽറ്റി. അങ്ങനെ ആ ഞെട്ടിക്കുന്ന രഹസ്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ പോയ കുഞ്ചിക്കൽ ഫോൾസിലേക്ക് ഇപ്പോൾ അലൗഡ് അല്ല. നേരത്തെ അലൗഡ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അവിടെ ലോക്കലായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് പോകാൻ പറ്റുക. അങ്ങനെ അബി ഫോൾസിൻ്റെ കാര്യം ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് അത് ക്ലോസ്ഡ് ആയിരുന്നു, പെനാൽറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പോയി നോക്കുക, ആരെയും കയറ്റി വിടുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട. കാരണം ഫോറസ്റ്റുകാർ ഫൈൻ അടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് സോളോ റൈഡായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇതുപോലെ കാടിൻ്റെ നടുക്ക് നല്ല കോടയിൽ ഇതുപോലെ വണ്ടി ഓടിച്ച് പോകാനായിട്ടുള്ളൊരു വൈബ് ഉണ്ടല്ലോ, അതൊരു പ്രത്യേക രസം തന്നെയാണ്. ഈ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് ഞാനും എൻ്റെ വണ്ടിയും ഈ കാണുന്ന കോടയും ഈ വഴിയും മാത്രമാണ്. കൂടെ ചെറിയൊരു ചാറ്റൽ മഴ കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു റൈഡ് നല്ല രീതിയിൽ എനിക്ക് എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു.
അങ്ങനെ അബി ഫോൾസിലേക്കുള്ള എൻട്രിയും റെസ്ട്രിക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മളിനി നെക്സ്റ്റ് പ്ലാൻ ചെയ്തൊരു പ്ലേസ് എന്ന് പറയുന്നത് ജോഗികുണ്ടി ഫോൾസ് ആയിരുന്നു. ഇവിടെ നിന്ന് ഏകദേശം ഒരു 14 കിലോമീറ്ററോളം പോയാലാണ് നമുക്ക് ജോഗികുണ്ടി ഫോൾസിലേക്ക് എത്താൻ പറ്റുക. നല്ല മഴയും കോടയെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ റോഡിലെ വിസിബിലിറ്റിയും വളരെ കുറവാണ്. ഒരുപാട് കന്നുകാലികളെല്ലാം വട്ടം ചാടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ടാണ് നമ്മളൊന്ന് ഓടിപ്പോയത്. അപ്പോൾ ഈ കാണുന്ന വഴി റൈറ്റിലേക്ക് തിരിഞ്ഞാണ് നമുക്ക് ജോഗികുണ്ടി ഫോൾസിലേക്ക് പോകാനുള്ളത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അടുത്ത ട്വിസ്റ്റ്. सिरीमरी हाँ ई कितना दूर है 26 कूडलू तीर्था बंद है ओ पूरा बंद है. അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് പിടികിട്ടി കാണുമല്ലോ. ഇവിടെ അഗുംബയിൽ എല്ലാ വാട്ടർഫോൾസും ക്ലോസ്ഡ് ആണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളിവിടെ വരുന്നതിന് ഏകദേശം ഒരു ഒരാഴ്ച മുമ്പ് ഇവിടെ 2 പേര് ഏതോ വാട്ടർഫോളിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അഗുംബെ ഭാഗത്തെ എല്ലാ വാട്ടർഫോൾസും ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇനി ഇവിടെ പോകാനായിട്ട് നമുക്കുള്ളൊരു വാട്ടർഫോൾ എന്ന് പറയുന്നത് സിരിമണി എന്ന് പറയുന്ന ഒരു വാട്ടർഫോൾ മാത്രമാണ്. അഗുംബയിൽ നിന്ന് ഏകദേശം ഒരു 31 കിലോമീറ്ററും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചെക്ക് പോസ്റ്റിൽ നിന്ന് ഏകദേശം ഒരു 26 കിലോമീറ്ററും ട്രാവൽ ചെയ്താലാണ് നമുക്ക് സിരിമണി എന്ന് പറയുന്ന ഈ ഒരു വാട്ടർഫോളിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ പോകുന്ന വഴി നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചുകൂടി നല്ല റോഡുകളും കുറച്ച് വീതിയുള്ള വഴികളൊക്കെ തന്നെയാണ്. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് 2 സൈഡിലും നേരത്തെ കണ്ട പോലെയുള്ള പാടങ്ങളെല്ലാം പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. നമ്മൾ നേരത്തെ ചുറ്റിക്കണ്ട അഗുംബെ ഭാഗവും അതുപോലെ ഈ സിരിമണി വാട്ടർഫോൾസിൻ്റെ ഭാഗത്തെല്ലാം നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്നൊരു ഐറ്റമാണ് പാമ്പുകളുടെ രാജാവായിട്ടുള്ള രാജവെമ്പാല. ശരിക്കും ഈ അഗുംബെ അറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് കിങ് കോബ്ര എന്നാണ്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നതും ഈ കിങ് കോബ്രയുടെ ഒരു പോപ്പുലേഷൻ തന്നെയാണ്. ഇതൊരു റെയിൻ ഫോറസ്റ്റ് ആയതുകൊണ്ടും നല്ല രീതിയിൽ തണുപ്പുള്ളതുകൊണ്ടും തന്നെ രാജവെമ്പാലയ്ക്ക് ജീവിക്കാനായിട്ടുള്ള നല്ല രീതിയിലുള്ളൊരു വെതർ കണ്ടീഷനാണ് ഈ ഒരു ഭാഗത്തുള്ളത്. അങ്ങനെ ഏകദേശം ഒരു 26 കിലോമീറ്റർ ഓടി നമ്മൾ സിരിമണി വാട്ടർഫോളിൻ്റെ എൻട്രൻസിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ നിന്ന് നേരെ താഴേക്ക് ചെല്ലുമ്പോൾ നമുക്ക് വണ്ടിയെല്ലാം പാർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാനായിട്ട്. ഒരാൾക്ക് വരുന്ന ചാർജ് 50 രൂപയാണ്. ക്യാമറയ്ക്ക് വേറെ സെപ്പറേറ്റ് ഒന്നും അവർ ചാർജ് ചെയ്തില്ല. അപ്പോൾ 50 രൂപയ്ക്കുള്ളൊരു മുതലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കുള്ളതൊന്നുമില്ല. ഇവിടെ നിന്ന് ജസ്റ്റ് താഴത്തേക്ക് ഇറങ്ങി ഒരു 50 മീറ്റർ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വാട്ടർഫോളിലേക്ക് എത്താൻ പറ്റും. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ചെറിയൊരു സ്ട്രീമെല്ലാം ഇവിടെ നിന്ന് ഒഴുകി വരുന്നത് കാണാം. വാട്ടർഫോൾസ് തന്നെ ഇതുപോലുള്ള ചെറിയ അരുവികളെല്ലാം നമ്മൾ അടുത്ത് കാണുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ പയ്യെ താഴേക്ക് ഇറങ്ങി തുടങ്ങിയപ്പോൾ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നൊരു ബോർഡ് കണ്ടില്ലേ? വേറൊന്നുമല്ല, രാജവെമ്പാലയുണ്ട് സൂക്ഷിക്കുക എന്നുള്ള ഒരു ബോർഡ് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ നിന്ന് കാട്ടിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബോർഡ് മെയിനായിട്ട് വെച്ചിട്ടുള്ളത്. ശരിക്കും ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ രാജവെമ്പാലയുടെ പ്രസൻസും ഉണ്ട്. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഈ കാണുന്നൊരു വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് ഈ ഒരു വാട്ടർഫോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റും. മഴക്കാലം ആയതുകൊണ്ടും നല്ല രീതിയിൽ ഫോഴ്സിലാണ് വെള്ളം വരുന്നതെന്നുള്ളതുകൊണ്ടും ഇപ്പോൾ ഇവിടെ ആരെയും താഴെ കുളിക്കാനൊന്നും ഇറക്കുന്നുമില്ല. നമ്മുടെ അതിരപ്പള്ളിയെല്ലാം കണ്ടിട്ട് ഇവിടെ ചെന്ന് ഈ ഒരു വാട്ടർഫോൾ കാണുമ്പോൾ നമുക്ക് അത്ര ഒരു വലിയൊരു ആംബിയൻസ് ഒന്നും തോന്നുന്നില്ല. എങ്കിലും അഗുംബെ വരെ വന്നിട്ട് ഒരു വാട്ടർഫോളെങ്കിലും കണ്ടില്ല എന്നുണ്ടെങ്കിൽ മോശമല്ലേ? അതാണ് ഈ വാട്ടർഫോളെങ്കിൽ ഇത് എന്ന് പറഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നത്. എന്തായാലും പോകുന്ന വഴി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നേരെ ഉടുപ്പി മംഗലാപുരം വഴി നമുക്ക് കേരളത്തിലേക്ക് കടക്കാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാം കണ്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല മഴയെല്ലാം ആയി നിൽക്കുന്ന ഒരു ടൈമിൽ ഇങ്ങോട്ടേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കുക. കാരണം നല്ല രീതിയിൽ ലാൻഡ് സ്ലൈഡിനും അതുപോലെ തന്നെ മരങ്ങൾ വീഴാനും ഒക്കെ ചാൻസ് ഉള്ളൊരു ഏരിയയാണ് നമ്മുടെ അഗുംബെ റൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ പരമാവധി ഇതുപോലുള്ള വെള്ളച്ചാട്ടങ്ങളിലും മറ്റും ഇറങ്ങുന്ന പരിപാടി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഫോർട്ടിൻ്റെ എല്ലാം മുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അപകടകരമായിട്ടുള്ള രീതിയിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിക്കാണ്ടിരിക്കാൻ നോക്കുക. കാരണം പല ഭാഗത്തും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ വഴുക്കലായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലപ്പോൾ തെന്നി വീഴാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അഗുംബെ ആരെങ്കിലും വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നല്ല മഴയുടെ ആ ഒരു കണ്ടീഷനൊന്ന് മാറിയതിന് ശേഷം എന്നാൽ മഴക്കാലം തീരുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സ്ഥലം വന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല.
നമ്മളിപ്പോൾ കവർ ചെയ്ത സ്ഥലങ്ങളല്ലാതെ സൺസെറ്റ് വ്യൂ പോയിന്റ്, കുഡ്ലു തീർത്ത വാട്ടർഫോൾസ്, അഗുംബെ ഘട്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്കിവിടെ കാണാനായിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ടും ഈ സ്ഥലങ്ങളെല്ലാം ക്ലോസ്ഡ് ആയതുകൊണ്ടും തന്നെയാണ് നമുക്ക് അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റാണ്ടിരുന്നത്. എന്തായാലും മഴക്കാലത്ത് കണ്ടിരിക്കേണ്ട ഒരു കിടിലൻ ഡെസ്റ്റിനേഷൻ തന്നെയാണ് നമ്മുടെ അഗുംബെ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ഗ്രാമം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അഗുംബയിലെ കുറച്ച് നല്ല അടിപൊളി സ്ഥലങ്ങൾ കാണിച്ചു തരാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.